സുഹൃത്തെ, നമ്മുടെ ഈ ചാനൽ കാണുന്ന ഒരാൾക്ക് സംഭവിച്ച ഒരു പ്രശ്നമാണ്. ഇയാളൊന്ന് ഡിഫറൻ്റ് ആവാൻ ശ്രമിച്ചു. ഇയാളുടെ പല കഴിവുകളും ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് ഇയാളുടെ റിലേറ്റീവ്സിനോ നാട്ടുകാർക്കോ ഒന്നും ഇഷ്ടമായില്ല. അതോടുകൂടി ഇയാളെ പുറത്ത് കാണുമ്പോഴേക്കും ഇയാളുടെ നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഇങ്ങനെ കളിയാക്കാണ്. ഒരു ഫെയിലിയറെ പോലെ ഇയാളോട് ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലുള്ള നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന അപ്രോച്ചുകൾ നിങ്ങളുടെ കുടുംബക്കാരുടെ സൈഡിൽ നിന്നും നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെ സൈഡിൽ നിന്നൊക്കെ പലർക്കും നേരിടേണ്ടി വരാറുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങളൊരു പാവമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ രീതിയിലുള്ളൊരു അപ്രോച്ച് അവരുടെ സൈഡിൽ നിന്ന് നിങ്ങളിലേക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമോഷണലി ഒന്ന് സ്ട്രോങ് ആണെങ്കിൽ ഈ രീതിയിലുള്ള സമീപനം പല ആളുകളിൽ നിന്ന് നിങ്ങൾക്കൊന്ന് കുറഞ്ഞു കിട്ടും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളിങ്ങനെ തകർന്നിരിക്കുകയോ കരഞ്ഞിരിക്കുകയോ എന്നല്ല വേണ്ടത്. നിങ്ങൾക്ക് ശക്തമായിട്ട് തിരിച്ചു വരാൻ കഴിയുന്ന കുറച്ച് പോയിൻറ്റ്സ് എനിക്ക് പറഞ്ഞു തരാൻ കഴിയും. ഇത് നിങ്ങളുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾ പുതിയ ഒരാളായിട്ട് തിരിച്ചു വരും. നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നൊരു സാധാരണക്കാരനാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന, ശക്തമായിട്ടുള്ള സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന, ഇതുപോലുള്ള അപ്രോച്ചുകൾ നേരിടേണ്ടി വന്ന ആളാണെങ്കിൽ മാത്രം നിങ്ങൾ കാണുക. നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ചിലപ്പോൾ വളരെ ജെന്യൂനായിട്ടുള്ള, നിഷ്കളങ്കനായിട്ടുള്ള, പാവമായിട്ടുള്ള ഒരാളായിരിക്കാം. പക്ഷേ അതൊരു കാരണവശാലും നിങ്ങളുടെ സംസാരത്തിൽ വരരുത് എന്നുള്ള പോയിൻ്റാണ്. നിങ്ങളുടെ ഈ സംസാരമായിരിക്കും എല്ലാ ആളുകളിലേക്കും നിങ്ങൾ എന്താണെന്നുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സംസാരം, നിങ്ങൾ വളരെ നിഷ്കളങ്കനാണ്, നിങ്ങളൊരു പാവമാണെന്നുള്ള രീതിയിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾ ഉറപ്പായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരാളെ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ പരിചയപ്പെടുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഒരു നിഷ്കളങ്കത അധികം കാണിക്കാതിരിക്കുക. അത് കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യപ്പെടുകയേ ഉള്ളൂ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അധികം സംസാരിക്കാതിരിക്കുക. അതിന് പകരം ഇങ്ങനെ ചിരിച്ച് കളിച്ചുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അതൊന്ന് കുറയ്ക്കുക. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾ കാര്യം മാത്രം പറയുന്ന രീതിയിൽ, കുറച്ച് ജെന്യൂനായിട്ട്, കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ സൗണ്ടൊക്കെ ഇന്ന് ഡീപ്പായിട്ട് എടുത്തിട്ട് സംസാരിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യം മാത്രം പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നൊരു ക്വാളിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾ കാണുന്ന ആളുകളോടൊക്കെ ഒരുപാട് സംസാരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് ഇയാൾ ഒരു മണ്ടനാണ്, ഇയാളെ യൂസ് ചെയ്യാമെന്നുള്ള തോന്നൽ ഇത് കേൾക്കുന്ന ആളിന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ നിൽക്കാതിരിക്കുക. കാര്യം മാത്രം പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് ബിസി ആവുന്ന ആളുകൾക്ക് ഈ സമൂഹം കൊടുക്കുന്ന വില കുറച്ച് കൂടുതലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. നിങ്ങൾ എല്ലാ ആളുകൾക്കും എപ്പോഴും അവൈലബിൾ ആകുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് നടക്കരുത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ രാവിലെ ഒരു 8 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം മാത്രമേ മനസ്സറിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കാനുള്ള ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല് ഈ രീതിയിൽ കുറച്ച് പ്രൊഫഷണലായിട്ട് കൊണ്ട് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഒറ്റയ്ക്ക് ലോങ് ഡ്രൈവുകളൊക്കെ പോകാനുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. ഇതിനിടയിൽ എല്ലാ രീതിയിലുള്ള ഫ്രണ്ട്സിനെയും, എല്ലാ രീതിയിലുള്ള വസ്ത്രങ്ങളും, എല്ലാ രീതിയിലുള്ള ട്രാവലിംഗ് കൺസെപ്റ്റുകളും എനിക്ക് വലിച്ചിടേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടറാണ്. ഇയാൾക്ക് കുറച്ച് ബൗണ്ടറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു ബൗണ്ടറി ഉണ്ടായിരിക്കണം സുഹൃത്തെ. നിങ്ങൾ എല്ലാ ആളുകളെയും ഇതിലേക്ക് വലിച്ചിടേണ്ട ആവശ്യമില്ല. എല്ലാ കൺസെപ്റ്റുകളും വലിച്ചിടേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെയാണ്, ഇതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ഈ തോട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. ഇങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ഒരുപാട് ഇമോഷൻസ് ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. നിങ്ങൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. നിങ്ങൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം അനുഭവിക്കും. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ പ്രൊഫഷൻ ഇതാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ചിലപ്പോൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, സെറ്റ് ബൗണ്ടറീസ് ഫോർ യു ആൻഡ് സ്റ്റോപ്പ് ബീങ് അവൈലബിൾ ഓൾവേസ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ണടച്ച് ആരെയും സ്നേഹിക്കാതിരിക്കുക. നിങ്ങളുടെ തൊട്ടടുത്ത ആളുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പണി തരാൻ സാധ്യതയുള്ള, നിങ്ങൾ നന്നാവുന്നത് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകൾ നിങ്ങളുടെ ചുറ്റിലുണ്ട്. ഇവരൊക്കെ നിങ്ങൾ കണ്ണ് മടച്ച് സ്നേഹിക്കുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം, ഒന്ന് നിർത്തുക. നമ്മുടെ ചുറ്റിലുള്ള ആളുകളൊന്നും എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഈ ലോകത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റിയാണ്. പലതരം ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. ഇതിൽ നിങ്ങളുടെ അതേ മൈൻഡുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ഈ ലോകത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പലതരം ആളുകളാണ്. അവരിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരെയും കണ്ണു അടച്ച് സ്നേഹിക്കുന്നത് കൊണ്ടോ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്ന് പറയുന്നത് കൊണ്ടോ നിങ്ങൾക്ക് നല്ലത് മാത്രമല്ല വരിക. പല പ്രശ്നങ്ങളും അതുകൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ ഒരു ഫിൽട്ടർ വെച്ച രീതിയിൽ വേണം ഇടപഴകാൻ. അതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് സേഫ്. നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ ആരും വരില്ല. അതേപോലെ നിങ്ങൾ വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കില്ല.
അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പണിയാവുന്ന റിക്വസ്റ്റുകൾ വരുമ്പോൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സംസാര രീതി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആരെയും കണ്ണടച്ച് സ്നേഹിക്കുന്നതിൽ അർത്ഥമല്ല. അത് നിങ്ങൾക്ക് പണിയായിട്ട് മാത്രമേ വരൂ. അതേപോലെ തന്നെ ഒരു ഫിൽട്ടർ വെച്ച രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ഇനി അടുത്ത പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്, 4ാമത്തെ പോയിൻ്റ്. നിങ്ങൾക്ക് സ്ട്രെസ്സ് വരാനുള്ള, നിങ്ങൾക്ക് വേദനകൾ നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും എന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ ചില ആളുകളോട് ചില കാര്യങ്ങൾ പറയണം എന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്നുള്ള ഒരു പേടി, അതെന്നെ ബാധിക്കില്ലേ എന്നുള്ളൊരു പേടി. ഈ പേടി കാരണം നിങ്ങൾ പല കാര്യങ്ങളും പറയാതെ, തുറന്ന് പറയാതെ ഇതിങ്ങനെ ഉള്ളിലിട്ടിട്ട് ഒരു സ്ട്രെസ്സിൽ ഇങ്ങനെ ജീവിച്ചു പോകും. കുറേ വർഷം കഴിയുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ, ചില പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞ് സോൾവ് ചെയ്യുക. അത് എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അത് ഉള്ളിൽ വെച്ച് ഇങ്ങനെ ജീവിക്കാതെ അത് സ്പോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രെസ്സായിട്ട് മാറില്ല. നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളോട് പോലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതിങ്ങനെ ഉള്ളിൽ വെച്ച് നടക്കരുത്. വരുന്നിടത്തിൽ വെച്ച് കാണാമെന്ന് വിചാരിച്ച് പറഞ്ഞങ്ങ് തീർത്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടാവും. ഈ ആശ്വാസം നിങ്ങളുടെ സ്ട്രെസ്സ് കുറയാൻ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ വരുന്നിടത്തിൽ വെച്ചിട്ട് അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് മാത്രം നിങ്ങൾ പറയാൻ ശ്രമിക്കാം. അതായത് ബന്ധങ്ങൾ സ്ട്രോങ് ആക്കുന്ന കാര്യത്തിലും സ്ട്രെസ്സ് കുറയുന്ന കാര്യത്തിനും ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വലിയൊരു റോളുണ്ട്. അപ്പോൾ ചില ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാകുമ്പോൾ അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിരിക്കാതെ തുറന്നങ്ങ് പറയാം. ഓക്കെ, ശരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാൾ എന്താണ് അപ്പോൾ വിചാരിക്കാമെന്നറിയോ? ഓ, ഇയാൾ ഞാൻ വിചാരിച്ചതുപോലെ ഒരാളല്ലല്ലോ, ഇയാൾ കുറച്ച് സ്ട്രോങ് ആണല്ലോ, ഇയാൾ കുറച്ച് ബോൾഡാണല്ലോ, ഇനിയിപ്പോൾ എനിക്ക് വേറെ രക്ഷയില്ല. ശരിക്കും അവിടെ നിങ്ങളുടെ ഉള്ളിൽ റിലീഫ് സംഭവിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടൊരു കമ്മ്യൂണിക്കേഷനും അവിടെ നടക്കുന്നുണ്ട്. വേറെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റിയൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊക്കെ വരുന്നിടത്ത് വിളിച്ച് സോൾവ് ചെയ്യാം. ഇമോഷണലി നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആണെന്നുള്ളത് അവർക്ക് അവിടെ വ്യക്തമാവുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചുകൂടെ ബോൾഡായിട്ട് അവിടെ മാറുന്നുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം. നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങനെ ഉള്ളിൽ വെച്ച് നടക്കുമ്പോൾ അത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നമായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തുറന്നടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി 5ാമത്തെ പോയിൻ്റ്, അവസാനത്തെ പോയിൻ്റാണ്. എക്സ്റ്റേണൽ സപ്പോർട്ട് കുറച്ചുകൊണ്ട് ഡു വാട്ട് യു വാണ്ട് ദേ വിൽ ഫോളോ. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതാൻ തുടങ്ങുമ്പോൾ പല ആളുകളും നിങ്ങളെ ഫോളോ ചെയ്യാൻ വരും. അല്ലാതെ ആരെയൊക്കെയോ കണ്ടിട്ട് നിങ്ങൾ പൊരുതാൻ നിൽക്കരുത്. അതായത് സുഹൃത്തെ, എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങൾക്കായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത്. പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളുടെ കഴിവുകൾ എവിടെയാണോ കിടക്കുന്നത് അത് ഏറ്റവും മെച്ചപ്പെടുത്തിക്കൊണ്ട് അത് നിങ്ങൾ ഈ സൊസൈറ്റിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. പറയുന്നവർ എന്ത് പറയട്ടെ അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് കാണിച്ചുകൊണ്ടേയിരിക്കുക. ബാക്കിയുള്ള ആളുകളെ കണ്ടിട്ടോ അവരെ കമ്പയർ ചെയ്തുകൊണ്ടോ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ എൻ്റെ കൂടെ വരട്ടെ, അല്ലാത്തവർ അവരുടെ പാട്ടിന് പോട്ടെ, അതെൻ്റെ മാറ്ററല്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം അത് ക്ലിക്കാവും, അതിന് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ പറയട്ടെ. ഈ ഭയം ഒക്കെ ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിയ ഫീൽഡിൽ ഒരു പുലിയാവാൻ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഒറ്റൊരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യട്ടെ. നിങ്ങൾ ഈ ലോകം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി, ഇമോഷണലി കൂടുതൽ സ്ട്രോങ് ആവാൻ വേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്യാം, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാം, ഒരുപാട് നല്ല നല്ല ആളുകളുമായിട്ടുള്ള കോൺടാക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക. അത്യാവശ്യം മെഡിറ്റേഷൻ്റെയും പ്രാർത്ഥനകളുടെയും ജിമ്മിൻ്റെയൊക്കെ ഒന്ന് പുറകെ പോകുമ്പോൾ നിങ്ങൾ ഇമോഷണലി നല്ല രീതിയിൽ സ്ട്രോങ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ മെൻ്റലി നല്ല സ്ട്രോങ് ആണെന്നുള്ളത് നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ ബിഹേവിയറിലും ഒക്കെ ഒന്ന് ആളുകളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും നിങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ വരില്ല. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ സുഹൃത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്, അല്ലേ? അത്രേ ഉള്ളൂ. താങ്ക് യു.